നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളം ഉറ്റുനോക്കുന്ന യുഡിഎഫിന്റെ ഉറച്ച കോട്ടകളിലൊന്നാണ് തൃക്കാക്കര. കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണിത്. നഗരത്തിന്റെ വികസനത്തിനൊപ്പം വളരുന്ന ഉപനഗരമായി തൃക്കാക്കരയെ കണക്കാക്കാം. മണ്ഡലം രൂപീകൃതമായതു മുതൽ യുഡിഎഫ് മാത്രമാണ് ഈ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളത്. പ്രൊഫഷണലുകളും ശമ്പളക്കാരായ ഉദ്യോഗസ്ഥരും ചെറുകിട സംരംഭകരും അടങ്ങുന്ന വലിയൊരു മധ്യവർഗം ഇവിടെയുണ്ട്. 2011 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ബെന്നി ബെഹനാനായിരുന്നു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. 65,854 വോട്ടുകളായിരുന്നു ബെന്നി ബെഹനാന് ലഭിച്ചത്. 22,406 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. BJP സ്ഥാനാർത്ഥി N സജികുമാറിന് മണ്ഡലത്തിൽ 5,935 വോട്ടുകളാണ് നേടാനായത്. 2016 തെരഞ്ഞെടുപ്പ് മുതലാണ് PT തോമസ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. 11,966 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു PT തോമസ് LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പോളിനെ പരാജയപ്പെടുത്തിയത്. BJP സ്ഥാനാർത്ഥി S സജി ആ തെരഞ്ഞെടുപ്പിൽ 21,247 വോട്ടുകൾ നേടി. 2021 തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള PT തോമസിനെ തന്നെ വീണ്ടും കോൺഗ്രസ് രംഗത്തിറക്കി. 14,329 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു PT തോമസ് ജയിച്ചു കയറിയത്. വിജയത്തിന് മാസങ്ങൾക്ക് ശേഷം PT തോമസിന്റെ അപ്രതീക്ഷിത മരണം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായി. PT തോമസിന്റെ ഭാര്യ ഉമാ തോമസിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. LDF സ്ഥാനാർത്ഥിയായി ഡോക്ടർ ജോ ജോസഫും BJPക്കായി AN രാധാകൃഷ്ണനും മത്സരിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് 72,770 വോട്ടുകൾ നേടി വലിയ വിജയം കൈവരിച്ചു. 5,016 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഉമാ തോമസ് വിജയിച്ചത്. കോൺഗ്രസ് ഇത്തവണയും ഉമാ തോമസിനെ തന്നെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. മണ്ഡലം നിലനിർത്തുന്നതിനൊപ്പം സംസ്ഥാനത്ത് UDFന് മികച്ച മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യവും UDFനുണ്ട്. തൃക്കാക്കര നഗരസഭയും കൊച്ചി കോർപ്പറേഷന്റെ 22 ഡിവിഷനുകളും ഉൾപ്പെടുന്നതാണ് ഈ മണ്ഡലം. ഇതിൽ 20 ഡിവിഷനുകളിലും UDF കൗൺസിലർമാരാണ് ഉള്ളത്. മുൻ MLA PT തോമസിന്റെ ഭാര്യ ഉമാ തോമസിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിലൂടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് UDFന്റെ ലക്ഷ്യം. PT തോമസ് മരണപ്പെട്ട സാഹചര്യത്തിൽ ആ ടേം പൂർത്തീകരിക്കുന്നതിനായാണ് ഉമ സ്ഥാനാർത്ഥിയായത്. മറുഭാഗത്ത് സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്ന പതിവ് രീതി മാറ്റി CPM നേതാവ് പുഷ്പദാസിനെയാണ് LDF രംഗത്തിറക്കുന്നത്. പുഷ്പദാസിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് മത്സരമാണിത്. തൃക്കാക്കര UDFന് അനുകൂലമാണെങ്കിലും LDF ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. ഇൻഫോ പാർക്ക് 2ാം ഘട്ടം, കൊച്ചി മെട്രോ 2ാം ഘട്ടം, സീപോർട്ട് എയർപോർട്ട് റോഡ് വികസനം, വൈറ്റില മൊബിലിറ്റി ഹബ്ബ് തുടങ്ങിയ നിരവധി പദ്ധതികൾ ഇവിടെ നടക്കുന്നുണ്ട്. വികസനം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഒരു അവസരം നൽകണമെന്നൊക്കെയാണ് LDF ആവശ്യപ്പെടുന്നത്. NDA സഖ്യകക്ഷിയായ 2020 ബിഗ് ബോസ് മലയാളം ജേതാവായ അഖിൽ മാരാറെ സ്ഥാനാർത്ഥിയാക്കിയതോടെ മത്സരത്തിന് മറ്റൊരു മാനം കണ്ടു തുടങ്ങി. കോൺഗ്രസ് വിട്ട് NDA പാളയത്തിലെത്തിയ അഖിൽ മാരാറുടെ കന്നി പോരാട്ടം എന്ന നിലയിൽ ഈ മത്സരം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. മണ്ഡലത്തിൽ പ്രചരണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. തൃക്കാക്കര ഇത്തവണയും കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന ഉറച്ച വിശ്വാസം UDFനുണ്ട്. CPMന്റെ ചെങ്കോട്ടകൾ തകരുകയും UDFന്റെ കോട്ടകൾ ശക്തി പ്രാപിക്കുകയും ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് കാറ്റ് UDFന് അനുകൂലമായി വീശുകയും കേരളത്തിൽ വിജയം ഉറപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്.